ചുറ്റും നിന്നവർ സിമ്പതി ഇട്ട് ചിരിച്ചപ്പം ശ്വാസം മുട്ടുമായിരുന്നു. എൻ്റെ ബോഡിക്ക് എന്തോ തകരാറുള്ള പോലെ അവരുടെയൊക്കെ നോട്ടം. എടോ, താൻ ആ ഫംഗ്ഷന് പോയി വന്നതിന് ശേഷം ഭയങ്കര ഓഫാട്ടോ. ഒരു സമാധാനമില്ല. താൻ ഇപ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? വിവേകിന് അതൊക്കെ ജസ്റ്റ് ഒരു ചോദ്യമായിരിക്കും, പക്ഷെ എനിക്കത് നെഞ്ചി തളിച്ചു വരുന്ന ടോർച്ചറായിട്ടാണ് തോന്നുന്നത്. ഇന്ന് തന്നെ കണ്ടില്ലേ, ഒരാവശ്യമില്ലാതെ ആ ഫംഗ്ഷന് വെച്ച് വിവേകിൻ്റെ വല്യമ്മ നമ്മളെ 2 വർഷമായില്ലേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഡോക്ടറുടെ ഡീറ്റെയിൽസ് വേണമെന്നൊക്കെ. ചുറ്റും നിന്നവർ സിമ്പതി ഇട്ട് ചിരിച്ചപ്പം ശ്വാസം മുട്ടുമായിരുന്നു. എൻ്റെ ബോഡിക്ക് എന്തോ തകരാറുള്ള പോലെ അവരുടെയൊക്കെ നോട്ടം. എടോ, എനിക്ക് മനസ്സിലാവും താൻ എന്താ വിചാരിക്കുന്നത്, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്നാണോ? ഇവിടുന്ന് ഇറങ്ങിയ നാട്ടുകാരുടെ ചോദ്യം, ഓഫീസിലെത്തിയ ഫ്രണ്ട്സിൻ്റെ ഡബിൾ മീനിൻ്റെ, ഇതിൻ്റെ എല്ലാ ഇടയിൽ ദേഷ്യം അടക്കി പിടിച്ച് ചിരിക്കാൻ പോലും പറ്റാതെ ഇവിടെ എത്തുമ്പോഴാണ് ഒന്ന് സമാധാനമാകുന്നത് തന്നെ കാണുമ്പോൾ. പിന്നെ എന്താ നമുക്കിത് പറഞ്ഞാൽ? ലോൺസ് ഒന്ന് തീരട്ടെ, എനിക്ക് പ്രോപ്പറായിട്ടൊരു ജോബ് കിട്ടട്ടെ, ഇതൊക്കെ നമ്മളെടുത്ത ബ്യൂട്ടിഫുൾ ആയ ഡെസിഷൻസ് അല്ലേ. പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എന്താ നമ്മൾ ഈ കുറ്റക്കാരെ പോലെ ഒളിഞ്ഞിരിക്കുന്നേ? എടോ, കുട്ടികൾ വേണോ വേണ്ടോ എന്നുള്ളതൊന്നും സൊസൈറ്റിയുടെ ആവശ്യമില്ല. നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. മറ്റുള്ളവരുടെ വായടുപ്പിക്കാൻ വേണ്ടി ഒരു കുട്ടിയെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവരെ ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് പോരെ. ഓക്കെ അല്ലേ? ഇതേ സമയം 12. നമുക്ക് ആ പടം കണ്ടു കിടന്നാലോ? ഏത് പടം? പാട്രിയോട്ട്.